നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ചവറ കരിത്തുറയിൽ ശക്തമായ കടൽക്കയറ്റം. കരിമണൽ ഖനന മേഖലയിലാണ് കടൽക്ഷോഭം ശക്തമായത്. മണൽച്ചാക്കുകൾ തകർത്താണ് തീരത്തേക്ക് കടൽ കയറുന്നത്. CPI സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 8 മുതൽ 12 വരെ ആലപ്പുഴയിൽ. പാർട്ടി ശതാബ്ദി ആഘോഷ സമ്മേളനം ഓഗസ്റ്റ് 19 വയലാറിൽ. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അനുബന്ധ പരിപാടികളും സംഘടിപ്പിക്കും. മിഥുന മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധ സംഗമം. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ടയിലായിരുന്നു പരിപാടി. വിശദമായ വാർത്തകളിലേക്ക്. ചവറ കരിത്തുറയിൽ ശക്തമായ കടൽക്കയറ്റം. കരിമണൽ ഖനന മേഖലയിലാണ് കടൽക്ഷോഭം ശക്തമായത്. മണൽച്ചാക്കുകൾ തകർത്താണ് തീരത്തേക്ക് കടൽ കയറുന്നത്. IREയുടെ കരിമണൽ ഖനന മേഖലയായ കരിത്തുറ പ്രദേശത്താണ് കടൽക്കയറ്റം രൂക്ഷമായത്. ഖനനം നടത്തിയ ശേഷം കാറ്റാടി മരങ്ങൾ വളർന്നു നിൽക്കുന്ന ഭാഗത്താണ് തകർന്ന കടൽഭിത്തി കടന്ന് വെള്ളം ഇരച്ചു കയറിയത്. $50 മീറ്ററോളം ഉള്ളിലേക്ക് തിരമാല അടിച്ചു കയറി. വെള്ളം കയറാതിരിക്കാൻ മണ്ണുകൂട്ടി സംരക്ഷണം തീർത്തിട്ടുണ്ടെങ്കിലും അതും തകർത്താണ് വെള്ളം കയറിയത്. വീടുകളിൽ വെള്ളം കയറിയിട്ടില്ല. കടൽഭിത്തി ബലപ്പെടുത്തി തീരം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാണ്. അശാസ്ത്രീയ ഖനനം മൂലം മുമ്പെങ്ങും ഇല്ലാത്ത വിധം പ്രദേശത്ത് കടൽക്കയറ്റം ഉണ്ടാവുകയാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ടയിൽ പ്രതിഷേധ സംഗമം നടത്തി. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ സംഗമം നടത്തിയത്. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മരണത്തിന് ഉത്തരവാദികളായ സ്കൂൾ മാനേജ്മെന്റിനും KSEBിക്കുമെതിരെ നടപടി സ്വീകരിക്കുക. മിഥുന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി മാനേജ്മെന്റ് 50 ലക്ഷം രൂപയും കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തിയത്. ഇതിന്റെ ഭാഗമായി ആദിക്കാട്ടുമുക്കിൽ നിന്നും കാരാളിമുക്കിലേക്ക് പ്രകടനവും നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് MP പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾ പഴക്കമുള്ള തേവലക്കര ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി 13 വയസ്സ് മാത്രം പ്രായമുള്ള മിഥുൻ എന്ന ആ കുട്ടിയുടെ മരണം നമ്മുടെ നാടിനെ മാത്രം അല്ല നടുക്കിയത്, മറിച്ച് ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ആകെ മാനസികമായി അവരെ തളർത്തുകയും ശാരീരികമായി അവർക്ക് പലതരത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരു സംഭവമാണ്. സ്വാഭാവികമായ 10,000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ അപ്രതീക്ഷിതമായി തങ്ങളോടൊപ്പം പഠിക്കുന്ന ഒരു കുട്ടിക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ദാരുണമായ അന്ത്യം അത് കണ്ട കുട്ടികൾക്കും അത് കേട്ട അതിന് സാക്ഷിയായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന മാനസികമായ ആഘാതം അവരുടെ പഠിത്തത്തിൽ, അവരുടെ ചിന്തയിൽ, അവരുടെ അങ്ങോട്ടുള്ള ഓരോ ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ വളർച്ചയിലും അതുപോലെ ക്ലാസ്സുകൾ പിന്നിടുമ്പോഴും ഒക്കെ അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് തങ്ങളോടൊപ്പം പഠിച്ച തങ്ങളുടെ കൂട്ടുകാരനായിരുന്ന, തങ്ങളോടൊപ്പം കളിച്ച കൂട്ടുകാരനായിരുന്ന, സഹപാഠിയായിരുന്ന മിഥുന്റെ ആ മരണം കണ്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം DCC പ്രസിഡന്റ് P. രാജേന്ദ്രപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ഞാനല്ല ചെയ്തത്, എന്റെ മുന്നേ ഉള്ള മാനേജർമാർ, ശക്തരായ മാനേജർമാർ. എന്താണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ തള്ളി പറയുന്നോ? വക്കീൽ മാത്രമല്ലല്ലോ. ഇതിന്റെ ആദ്യത്തെ മാനേജർ സഖാവ് CP കരുണാകരൻപിള്ളയാണ്, ശക്തനായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. ഞാൻ വളരെ ദുഃഖത്തോടു കൂടി പറയുന്നു, ഈ പ്രദേശത്തെ ഈ ചുറ്റുപാടിൽ ആദ്യമായി ഉണ്ടായ ഹൈസ്കൂളാണ്. നെൽപ്പരക്കുന്ന് ഹൈസ്കൂൾ പിന്നെ ഉണ്ടായത്, അയ്യങ്കോയ്ക്കൽ ഹൈസ്കൂൾ പിന്നെ ഉണ്ടായത്, വിലാദേശിലേക്ക് ഹൈസ്കൂൾ പിന്നെ ഉണ്ടായത്.
വയനാപ്പള്ളി കടപ്പ ഗവൺമെന്റ് ഹൈസ്കൂൾ പിന്നെ ഉണ്ടായത്, അത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉണ്ടായതാണ്. ബേബി സാർ തന്നാണ്, ബേബി ജോൺ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ തന്നാണ്. കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ജില്ലാ നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. CPI സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 8 മുതൽ 12 വരെ ആലപ്പുഴയിൽ നടക്കും. പാർട്ടി ശതാബ്ദി ആഘോഷ സമ്മേളനം ഓഗസ്റ്റ് 19 വയലാറിൽ നടത്തും. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത്. CPI 25ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 8 മുതൽ 12 വരെ ആലപ്പുഴയിൽ നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് വയലാറിൽ ഓഗസ്റ്റ് 19 പാർട്ടി ശതാബ്ദി ആഘോഷ സമ്മേളനം നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. പി കൃഷ്ണപിള്ള അനുസ്മരണ ദിനമായ ഓഗസ്റ്റ് 19 നടത്തുന്ന ശതാബ്ദി ആഘോഷ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ രാജൻ മുഖ്യപ്രഭാഷണം നടത്തും. മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിൽ 1000 കുടുംബ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പാർട്ടിയുടെ സമ്മേളനങ്ങൾക്കുള്ള പ്രാധാന്യം, പാർട്ടി സംഘടനാപരമായും രാഷ്ട്രീയപരവുമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഈ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. അന്തിമമായി പാർട്ടി കോൺഗ്രസോട് കൂടിയിട്ടാണ് പാർട്ടി വരുന്ന ആളുകളിൽ സ്വീകരിക്കേണ്ടുന്ന രാഷ്ട്രീയ നിലപാടുകളടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുന്നത്. 25ാമത്തെ പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടാണ് CPIയുടെ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ മാസം 8 മുതൽ 12 വരെ ആലപ്പുഴയിൽ ചേരുന്നത്. ഓരോ ജില്ലകൾക്ക് സമ്മേളനം നിശ്ചയിച്ചു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക എന്നതാണ്. ആലപ്പുഴയിലാണ് സമ്മേളനം ഞങ്ങൾ ഇപ്രാവശ്യം നിശ്ചയിച്ചത്. കഴിഞ്ഞ 42 വർഷത്തെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഈ സമ്മേളനം ഏറ്റവും വലിയ വിജയപ്രദമാക്കി തീർക്കുന്നതിനുള്ള ഒരുക്കങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഘടകങ്ങളും പ്രവേശിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 11 ആലപ്പുഴയിൽ ട്രേഡ് യൂണിയൻ സെമിനാർ, ഓഗസ്റ്റ് 10 മാവേലിക്കരയിൽ ദളിത് അവകാശ സംരക്ഷണ സെമിനാർ, ഓഗസ്റ്റ് 16 ഹരിപ്പാട്ട് യൂത്ത് കോൺക്ലേവ്, കായംകുളത്ത് സെമിനാർ എന്നിവ സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 22 ചെങ്ങന്നൂരിൽ സെമിനാറും ഓഗസ്റ്റ് 24 ആലപ്പുഴ ജനറൽ പാർക്കിൽ മാധ്യമ സെമിനാറും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കാമ്പശ്ശേരി കരുണാകരൻ TK തേവൻ അനുസ്മരണം വള്ളികുന്നം കാമ്പശ്ശേരിയിൽ നടത്തി. പ്രതിഭാസംഗമം, അനുമോദനം എന്നിവയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ആദരവ്, ഡോക്യുമെന്ററി പ്രകാശനം എന്നിവയും നടത്തി. ശൂരനാട് സമരസേനാനി TK തേവന്റെ 12ാമത് അനുസ്മരണവും കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയും നിയമസഭാ സാമാജികനുമായിരുന്ന കാമ്പശ്ശേരി കരുണാകരന്റെ 48ാമത് അനുസ്മരണവുമാണ് വള്ളികുന്നം മണക്കാട് കാമ്പശ്ശേരി സ്മാരക നിലയത്തിൽ സംഘടിപ്പിച്ചത്. CPIയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. അതല്ലാതെ ഒരു കൂട്ടായ്മ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തണം എന്നുള്ള ആലോചനയാണ്. അത് ഏറെക്കുറെ അടുത്ത ദിവസം തന്നെ നമ്മൾ അത്തരം ഒരു ആലോചന നടത്തും. കാരണം ആലപ്പുഴയിൽ 43 ആണ്ടുകൾക്ക് ശേഷം സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ നമുക്ക് അത്തരം സ്മരണകൾ അത് ഒന്നുകൂടി അയവാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ടായി. 49-ലാണ് ശൂരനാട് സമരം നടക്കുന്നത്. 46-ന് മുമ്പാണ് പുനഃപ്രവേശന സമരം. അപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ ആദ്യത്തെ തൊഴിലാളി രക്തസാക്ഷിയായിട്ടുള്ള ഗരുഡൻ ബാബയുടെ വസതിയിൽ കൂടി അവിടെ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. 34 സമരത്തിൽ പോലീസിന്റെ ഭീകരമായി മർദ്ദനമേറ്റ് മരിച്ചയാളാണ് അദ്ദേഹം. പോലീസ് തന്നെയാണ് റിപ്പോർട്ട് കൂടിയത് വീട്ടിൽ ദയിപ്പിച്ച് പോരുകയാണ് ഉണ്ടായത്. അപ്പൊ അന്ന് നമ്മുടെ നാട് എങ്ങനെയായിരുന്നു, തിരുവിതാംകൂർ എങ്ങനെയായിരുന്നു, അമ്പലപ്പുഴ ചെറുതല താലൂക്കുകൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ശൂരനാട് എങ്ങനെയായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന അനുഭവങ്ങളാണ് നിലനിൽക്കുന്നത്. CPI വള്ളികുന്നം കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K ജയമോഹൻ, S മോഹനൻ പിള്ള, M മുഹമ്മദ് അലി, D രോഹിണി, സലിംകുമാർ പനത്താഴ, ഗീതാ മധു, VG മനോജ്, അഡ്വക്കേറ്റ് K വിജയൻ, ഇന്ദു കൃഷ്ണൻ, സെലിൻ ഗോപി എന്നിവർ പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായി അനുമോദനം, പ്രതിഭാസംഗമം, ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു. CPI ചാരിമൂട് മണ്ഡലം സെക്രട്ടറി M മുഹമ്മദ് അലിയാണ് അവാർഡ് ജേതാക്കളെ ആദരിച്ചത്. ലോക്കൽ കമ്മിറ്റി അംഗം പ്രമോദ് P നായർ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തു. 4ാം ഘട്ട വിതരണമാണ് കരുനാഗപ്പള്ളിയിൽ നടത്തിയത്. തഹസിൽദാർ R സുശീല ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രോഗികൾക്കുള്ള പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തത്. 4ാം ഘട്ട വിതരണം കരുനാഗപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. തഹസിൽദാർ R സുശീല ഉദ്ഘാടനം ചെയ്തു.
നമ്മുടെ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രീ സുമേഷിന്റെ സാന്നിധ്യത്തിൽ ഞാൻ പറയുകയാണ്. കാരണം ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പലരും ചെയ്യാറുണ്ട്. അതിലെ ആരോഗ്യ മേഖലയായാലും നമ്മുടെ ദർശിതാർ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ മേഖലയായാലും ഒക്കെ ചെയ്യുന്നതിൽ ഏറെ കൂടുതൽ സാമൂഹ്യ സേവനത്തിൽ എല്ലാ അർത്ഥത്തിലും മുൻപന്തിയിലെടുത്ത സൊസൈറ്റിയാണ് റെഡ് ക്രോസ് എന്ന് പറയുന്നത്. ഡി സുമംഗല അധ്യക്ഷത വഹിച്ചു. ക്ഷയരോഗ ആശുപത്രിയിലെ രോഗികൾക്ക് തുടർച്ചയായിട്ട് 6 മാസം നമ്മൾ കിറ്റുകൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് തരുന്ന ലിസ്റ്റ് പ്രകാരമുള്ള ആളുകൾ, ഏറ്റവും പാവപ്പെട്ടവരായി ഉള്ള ആളുകൾക്കാണ് നമ്മളിവിടെ കിറ്റ് വിതരണം ചെയ്യുന്നത്. ഈ കിറ്റ് വിതരണം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് മറ്റ് പല സ്ഥാപനങ്ങളുമാണ്. ഇന്ന് നമുക്ക് കിറ്റ് വിതരണം ചെയ്യാൻ ശ്രീ ബ്ലൂ ചിപ്പ് കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ മാനേജർ ശ്രീ സുമേഷാണ്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ പി മീന കിറ്റുകൾ വിതരണം ചെയ്തു. കോടിയാട്ട് രാമചന്ദ്രൻപിള്ള, ഡോക്ടർ കെ ജി മോഹൻ, സുമേഷ്, ജി സുന്ദരേശൻ, മഹേഷ്, സുജ പി, സജീവ് മാമ്പ്ര, എസ് ശിവകുമാർ, എൻ എസ് സജീവകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊഴുത്തുറ സ്കൂൾ അധ്യാപികയായിരുന്ന ഡാലിയയുടെ അനുസ്മരണം സംഘടിപ്പിച്ചു. അവയവദാനത്തിലൂടെ ശ്രദ്ധേയായിരുന്നു ഡാലിയ ടീച്ചർ. ഛായാചിത്ര പ്രകാശനവും ഇതോടനുബന്ധിച്ച് നടത്തി. അവയവദാനത്തിലൂടെ ശ്രദ്ധേയയായ അഴീക്കൽ കുഴുത്തുറ സ്കൂളിലെ അധ്യാപികയായിരുന്ന ഡാലിയയുടെ അനുസ്മരണം നടത്തി. കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ലെനിൻ ബാല വരച്ച ഡാലിയ ടീച്ചറിന്റെ ഛായാചിത്രം കാതികനും എഴുത്തുകാരനുമായ പ്രൊഫസർ വസന്തകുമാർ സാംബശിവൻ അനാച്ഛാദനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം വസന്ത രമേശ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ആർ പ്രീത, പ്രധാനാധ്യാപിക എൽ ഗീത, ഡോക്ടർ ബേസിൽ രാജു, അനീഷ, പൂർവ്വ വിദ്യാർത്ഥി കാർത്തിക് ശശി, മുൻ PTA പ്രസിഡന്റ് വിനു വി അപ്പൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ട്രഷറർ ബീന തമ്പി, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം പ്രദീപ്, ഡാലിയ ടീച്ചറുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടുന്നവർക്കായി ടീച്ചറിന്റെ സ്മരണാർത്ഥം കുടുംബം ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും മൊമന്റോയും ഋതിക് കൃഷ്ണ, സാന്ദ്ര സജി എന്നീ വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. ടീച്ചറിന്റെ ഹൃദയം തുടിക്കുന്ന അനുഷ്ക എന്ന കുട്ടിക്കായി കുഴുത്തുറ സ്കൂളിലെ അധ്യാപകർ സമാഹരിച്ച തുകയും ചടങ്ങിൽ കൈമാറി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. മഴ കനത്തതോടെ കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയരുന്നു. ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നത് തീരദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. നദീതീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ADM അറിയിച്ചു. മഴ കനത്തതോടെയാണ് കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയരുന്നത്. ഇത് തീരവാസികളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. 16.050 മീറ്ററാണ് പുനലൂർ നെല്ലിപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ജല കമ്മീഷൻ രേഖപ്പെടുത്തിയ ജലനിരപ്പ്. പത്തനാപുരം പട്ടാഴിയിൽ 3.690 മീറ്ററും. രാത്രിയിലും മഴ തുടരുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ തെന്മലയിലെ പരപ്പാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്ന് വെള്ളമൊഴുക്ക് കൂടി ചെയ്തതോടെ ആറ്റിലെ ജലനിരപ്പ് വർദ്ധിച്ചിരിക്കുകയാണ്. നിലവിൽ ഇപ്പോഴുള്ളതിനേക്കാൾ 70 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ തീരത്തുള്ളവർ മാറി താമസിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ADM G നിർമ്മൽകുമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നെല്ലിപ്പള്ളിയിൽ 20 മീറ്ററാണ് അപകട നിരപ്പ്, പട്ടാഴിയിൽ 8 മീറ്ററും. നെല്ലിപ്പള്ളിയിൽ 18 മീറ്ററും പട്ടാഴിയിൽ 7 മീറ്ററും എത്തിയാൽ അപകട മുന്നറിയിപ്പ് നൽകും. നിലവിൽ ശമനമില്ലാതെ മഴ തുടരുന്നത് ആശങ്കയുയർത്തുന്നുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് മഴയ്ക്കൊപ്പം വീശിയ ശക്തമായ കാറ്റിൽ കിഴക്കൻ മേഖലയിൽ പലയിടത്തും വ്യാപക നാശനഷ്ടവും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ശക്തമായ മഴയെ തുടർന്ന് തെന്മല ഡാം തുറന്നു. 2 ഷട്ടറുകളാണ് തുറന്നത്. ഘട്ടം ഘട്ടമായി 80 സെന്റിമീറ്റർ വരെ ഷട്ടർ ഉയർത്തും.
ശക്തമായ മഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ തെന്മല ഡാം തുറന്നു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നത്. ഘട്ടം ഘട്ടമായി 80 സെന്റിമീറ്റർ വരെ ഉയർത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇതോടെ കല്ലടയാറ്റിലെ ജലനിരപ്പ് 70 സെന്റിമീറ്റർ വരെ ഉയരും. കല്ലട ഡാമിന്റെ സംഭരണശേഷിയുടെ 68% ജലം ഡാമിൽ നിറഞ്ഞിരിക്കുകയാണ്. നിലനിർത്താവുന്ന ജലനിരപ്പ് 106.79 ആയിരിക്കെ ഇന്നലെ വരെ 108.3 ഉയർന്നിരുന്നു. റോൾ കവർ അനുസരിച്ച് ഡാമിലെ ജലം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഡാം തുറന്നത്. ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായി മഴ പെയ്യുന്നതിനാൽ ഡാമിൽ ക്രമാതീതമായി ജലം ഉയരുന്നുണ്ട്. ഡാം തുറന്ന സാഹചര്യത്തിൽ കല്ലടയാറിന്റെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റ് ഷെബീർ മൻസിലിൽ ഫൈസലിന്റെ വീടിന് പിൻവശത്തെ പറമ്പിൽ നിന്നുമാണ് 10 വയസ്സോളം പ്രായം വരുന്ന പെൺ പെരുമ്പാമ്പിനെ പിടികൂടിയത്. കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റ് ഷെബീർ മൻസിൽ ഫൈസലിന്റെ വീടിന്റെ പിൻവശത്തുള്ള പറമ്പിൽ നിന്നുമാണ് കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടിയത്. 10 വയസ്സോളം പ്രായം വരുന്ന പെൺ പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെ വീടിന്റെ പരിസരത്തെ തൊഴിലുറപ്പ് ജോലിക്കാരാണ് പെരുമ്പാമ്പിനെ ആദ്യം കണ്ടത്. തുടർന്ന് സ്നേക്ക് ക്യാച്ചർ രതീഷിനെ വിവരം അറിയിച്ചു. രതീഷ് എത്തിയാണ് പെരുമ്പാമ്പിനെ പിടികൂടി ഫോറസ്റ്റ് അധികൃതരെ ഏൽപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രതിഭാ സംഗമവും അനുമോദനവും നടത്തി. പുനലൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത്. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം പുനലൂർ യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രതിഭാ സംഗമവും അനുമോദന യോഗവും സംഘടിപ്പിച്ചത്. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സാധാരണ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശ്രീനാരായണ ഗുരു വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞതെന്നും ഈ ആശയം ഇന്ന് രാജ്യത്താകെ വ്യാപിച്ചു കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. വിജ്ഞാന കേരളം എന്നൊരു ക്യാമ്പയിൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത് തൊഴിൽ പരിശീലനം നൽകി ധാരാളം ആളുകളെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ചെയ്യാൻ ആളുകളുണ്ട്. പക്ഷെ അതിനുള്ള പരിശീലനം കൊടുത്താൽ നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളം കാര്യം. അത് വിജ്ഞാനമാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നുള്ളത് ഏതൊരു സമൂഹത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എത്രയോ കാലം മുമ്പ് കേരളീയ സമൂഹത്തെ പഠിപ്പിച്ച മഹാനായ ആചാര്യനാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ സംഭാവന കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്കും ലോകത്തിനുമാകെ മാതൃകയാവുന്ന ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തന്ന ഒരു ഗുരുവര്യനാണ് അദ്ദേഹത്തിന്റെ തലമുറയിൽപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ആ പാരമ്പര്യത്തിൽപ്പെട്ട ധാരാളം മഹാന്മാർ നമ്മുടെ നാട്ടിലുണ്ടായി എന്നുള്ളതാണ് നമ്മളൊക്കെ ഇന്ന് നിൽക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത്. വിദ്യാഭ്യാസം ചെയ്യാനൊക്കെ കഴിയുന്നത്. ഒരുമിച്ച് നടക്കാൻ കഴിയാത്ത, ക്ഷേത്രപ്രവേശനം പോലും അന്യമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ബഹുമാനായ VS അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് എന്താ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഒപ്പം പ്രവർത്തിച്ച അടുത്ത അനുഭവമുള്ളവരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ ഉള്ള പരിചയമാണ്. അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. ഞങ്ങൾക്കൊക്കെ കുറച്ച് കൂടുതൽ അറിയാവുന്നു. യൂണിയൻ പ്രസിഡന്റ് TK സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു. 8ാമത്തെ പ്രാവശ്യമാണ് ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികൾക്ക് മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകുന്നതിന് വേണ്ടി തുടക്കം 8 വർഷം തരികയാണ്. ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയപ്പോൾ സെക്രട്ടറി പറഞ്ഞ പോലെ ആദ്യം 50 പേര്, പിന്നെ 70, 80, 100, 120, ഇപ്പം 250 കുട്ടികൾ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ സ്വാഗതാർഹമാണ്. അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികളെ ഒരു പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഗുരുദേവ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വരും തലമുറയെ വാർത്തെടുക്കുക. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി അല്ലെങ്കിൽ വിദേശത്ത് ജോലി എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവരെ വാർത്തെടുക്കുക എന്നതിന് കൂടിയാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ വിദ്യ കൊണ്ട് സ്വതന്ത്രരായെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കൂ. PS സുബാൽ MLA +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ക്യാഷ് കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. പ്രവർത്തനത്തിൽ ഏറ്റവും മികവോടെ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് പ്രവർത്തനങ്ങളാണ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സജീവമായി പ്രവർത്തനങ്ങൾ കാണുക എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള താലൂക്ക് യൂണിയന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ലതുപോലെ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇവിടെ ബഹുമാനരായിട്ടുള്ള ഉദ്ഘാടകൻ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചും അതുപോലെ പൊതുവായ കാര്യങ്ങളെല്ലാം പറയുകയുണ്ടായി. ഞാൻ ഒരുപാട് സമയം കണ്ട സമയത്ത് എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ അവാർഡിനൊരു പ്രത്യേകതയുണ്ട്. യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി വനജ വിദ്യാധരൻ, ഡയറക്ടർമാരായ N സതീഷ് കുമാർ, G ബൈജു, യൂണിയൻ കൗൺസിലർമാരായ S എബി, KV സുഭാഷ് ബാബു,
എസ് സദാനന്ദൻ, വനിതാ സംഘം യൂണിയൻ ഭാരവാഹികളായ ഷീല മധുസൂദനൻ, ഉദയകുമാരി ഉദയൻ, ഓമന പുഷ്പാങ്കദൻ, യൂണിയൻ സെക്രട്ടറി ആർ ഹരിദാസ്, വൈസ് പ്രസിഡന്റ് AJ പ്രദീപ് എന്നിവരും പങ്കെടുത്തു. APPI നിയമിതയായ അഞ്ജന ശാന്തകുമാറിനെ മന്ത്രി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ചവറ കരിത്തുറയിൽ ശക്തമായ കടൽ കയറ്റം. കരിമണൽ ഖനന മേഖലയിലാണ് കടൽക്ഷോഭം ശക്തമായത്. മണൽ ചാക്കുകൾ തകർത്താണ് തീരത്തേക്ക് കടൽ കയറുന്നത്. CPI സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 8 മുതൽ 12 വരെ ആലപ്പുഴയിൽ. പാർട്ടി ശതാബ്ദി ആഘോഷ സമ്മേളനം ഓഗസ്റ്റ് 19 വയലാറിൽ. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അനുബന്ധ പരിപാടികളും സംഘടിപ്പിക്കും. മിഥുന മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധ സംഗമം. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ടയിലായിരുന്നു പരിപാടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.